വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. നമുക്ക് മറ്റുള്ള എലിമെന്റ്സ് കൂടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതായത് നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ, സെലക്ട് ഡ്രോപ്പ് ഡൗൺ വേണം, അതേപോലെ ചെക്ക് ബോക്സും റേഡിയം വേണം. അപ്പൊ സെലക്ട് ഫോമിൽ വന്നു കഴിഞ്ഞാൽ സെലക്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. സെലക്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സെലക്ട് എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതുണ്ട്. ഈ ഒരു കമ്പോണന്റ് നമുക്ക് കോപ്പി ചെയ്യാം. അതിന്റെ സൈസ് എങ്ങനെ ഡിഫറെന്റ് സൈസിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ APIs, അതായത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് അതിനെ പാസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ ഒരു ഫോം ഗ്രൂപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഫോം ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ബൂട്ട്സ്ട്രാപ്പിന്റെ നമ്മൾ ടാസ്ക് ചെയ്ത സമയത്ത് ചെയ്ത പോലുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ നമുക്ക് ഇവിടെ കൊടുക്കാം. അതായത് നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്, ഹയസ്റ്റ് ഡിഗ്രി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൺട്രോൾ ID ഡിഗ്രി എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇമെയിലിന്റെ അവിടെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ഒരു കൺട്രോൾ ഉണ്ടല്ലോ, ഫോം കൺട്രോൾ, അവിടെയാണ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ ഫോം സെലക്ട് നമ്മൾ കോപ്പി ചെയ്യാണ്. ഫോം സെലക്ട് കോപ്പി ചെയ്തിട്ട് ആ ഒരു ലേബൽ കഴിഞ്ഞ ഉടനെ പ്ലേസ് ചെയ്തു. അപ്പൊ ഇപ്പോൾ എന്താണ് അതിന് വാല്യൂസ് വരുന്നത് നോക്കാം. വാല്യൂസ് നമുക്ക് ഹയസ്റ്റ് ഡിഗ്രി ഓപ്പൺ ദിസ് സെലക്ട് മെനു എന്നാണ് വരുന്നത്. 1 2 3 അതാണ് ഡീഫോൾട്ട് വരുന്നത്. അപ്പൊ അവിടെ ഓപ്പൺ ദിസ് സെലക്ട് മെനു ഏരിയ ലേബൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ലേബലിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അത് ആക്സസിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ വാല്യൂ ഒന്നും ഇല്ലാത്തൊരു ഓപ്ഷൻ ആണ്. അവിടെ നമുക്ക് സെലക്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഹയസ്റ്റ് ഡിഗ്രി എന്നുള്ള ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റും. കാരണം എല്ലാവർക്കും ഡിഗ്രി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഡിഗ്രി എന്നുള്ള മാറ്റിയിട്ട് എഡ്യൂക്കേഷൻ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ആണ് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പൊ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം. അപ്പൊ സ്റ്റേറ്റ് ഓരോ കമ്പോണന്റിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അപ്പൊ സ്റ്റുഡന്റ് ഫോമിലുള്ള ഡാറ്റ ആണ് ഈ ഒരു ഡിഗ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ് യൂസ് ചെയ്യാം. കോൺസ്റ്റ് അറേ ഡീസ്ട്രക്ചറിങ് കൊടുത്തു, സെറ്റ് ഡിഗ്രി, റിയാക്ട് ഇമ്പോർട്ട് ചെയ്ത് യൂസ് സ്റ്റേറ്റ് കൊടുത്തു. അതിൽ ആദ്യം എംപ്റ്റി ആണ്. അപ്പോൾ ഈ ഡിഗ്രീസ് നമുക്ക് API കോൾസ് ചെയ്തിട്ടൊന്നല്ല കിട്ടേണ്ടത്, ലിസ്റ്റ് നമ്മളടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിവിടെ HTML ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം, ഇവിടെ ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനെ വേരിയബിൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതിലേക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ വാല്യൂ ഇവിടെ ആഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾ ഇവിടെ പിന്നീട് പോയിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത ഓപ്ഷൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ കമ്പോണന്റിൽ സ്റ്റേറ്റിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേറ്റിന്റെ ഈ ഒരു ഇവിടെ അറേയിൽ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഓരോന്നിനും ID കൊടുക്കാം. ID 1 എന്നുള്ള IDയിലുള്ള ഡിഗ്രി എന്താണ്, ഡിഗ്രീന്റെ നെയിം ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ നെയിം. സോറി, ഈ ഡിഗ്രി എന്നുള്ളത് വീണ്ടും മാറ്റിയിട്ട് ഒന്ന് എഡ്യൂക്കേഷൻ ആക്കണം. എഡ്യൂക്കേഷൻ റിലവന്റ് ആയിട്ടുള്ള നെയിം കൊടുക്കണം. അങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. നെയിമിൽ വന്നിട്ട് ഫസ്റ്റ് എഡ്യൂക്കേഷൻ നമുക്ക് SSLC കൊടുക്കും. അടുത്ത അറേയിലെ വാല്യൂസ് നമ്മൾ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ സ്റ്റേറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ അറേയാണ്, ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അറേ കൊടുത്തത്. അറേന്റെ ഉള്ളിൽ ഒബ്ജക്ട്. അടുത്തതിന്റെ ID 2 ആണ്, അതിന്റെ നെയിം പ്ലസ്. അടുത്തത് നമുക്ക് ഡിപ്ലോമ കൊടുക്കാം. ഏതെങ്കിലും ഡിപ്ലോമയാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കൊടുക്കാം. ഡിഗ്രി കൊടുത്തു, ID മാറ്റി 4 ആക്കി. ഇനി അടുത്തത് 5 നമ്മൾ PG കൊടുത്തു, പോസ്റ്റ് ഗ്രാജുവേറ്റ്. തൽക്കാലം ഇത്രയും വാല്യൂസ് ആണ് കൊടുത്തത്. നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ മാത്രമേ നമുക്ക് ആഡ് വേണ്ടതുള്ളൂ. നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. അതവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു എഡ്യൂക്കേഷനിലാണ് നമ്മളിവിടെ ലൂപ്പ് ചെയ്യേണ്ടത്. ലൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ അറേ മാപ്പ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ വേരിയബിളിന്റെ പേര്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് എന്ന് കൊടുത്തിട്ട് അത് നമുക്ക് ലൂപ്പ് ചെയ്യാം. എഡ്യൂക്കേഷൻസ് ഡോട്ട് മാപ്പ് ചെയ്യുമ്പോൾ ഓരോ ഐറ്റം ആ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉള്ളു. അപ്പൊ ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും, ഒരു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻസ് ലൂപ്പ് ചെയ്യുമ്പോൾ ഓരോ എഡ്യൂക്കേഷൻ നമുക്ക് വേരിയബിൾ കിട്ടും. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു എഡ്യൂക്കേഷൻ അനുസരിച്ച് നമുക്ക് ഒരു ഓപ്ഷൻ നമുക്ക് റെൻഡർ ചെയ്യാം. അവിടെ റിട്ടേൺ കൊടുക്കുന്നതിന് വരെ സെയിം ലൈനിൽ തന്നെ കൊടുക്കുകയാണ്. സെയിം ലൈനിൽ കൊടുത്ത് ഈ ബാക്കി ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് എന്താണ് കൊടുക്കുന്നത്, മാപ്പ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് പോയിട്ടുണ്ട്. മാപ്പ് കഴിഞ്ഞു, ഇവിടെ ബ്രാക്കറ്റ് വേണം. ഇനി ഓപ്ഷനിൽ വാല്യൂവിന്റെ അവിടെ എന്താണ് നമുക്ക് വേണ്ടത്, ഈ വാല്യൂവിന്റെ അവിടെ വേണ്ടത് നമുക്ക് ID ആണ്. എഡ്യൂക്കേഷൻ ഡോട്ട് ID, അതിൽ ID ഉണ്ടല്ലോ. ഇവിടെ എന്റെ നെയിം ആണ്, എഡ്യൂക്കേഷൻ ഡോട്ട് നെയിം. സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ഓട്ടോമാറ്റിക് ആണ്. സെലക്ട് SSLC +2 ഡിപ്ലോമ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ വന്നിട്ട് ഇപ്പൊ നമ്മൾ HTML രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി റിയാക്ടിന്റെ രീതിയിലേക്ക് ഫോമിന് നമുക്ക് ഇവന്റ് ബൈൻഡ് ചെയ്യേണ്ടത്, അതായത് ഓരോ ഡാറ്റയും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം. പിന്നീട് നമുക്ക് ആ സ്റ്റോർ ചെയ്ത വേരിയബിൾസ് APIയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ എലിമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടാകും. ഇവിടെ നമ്മൾ ഈ ഒരു കമ്പോണന്റിൽ ബട്ടൺ ഒഴിവാക്കിയതുകൊണ്ട് ആ ഇമ്പോർട്ട് അവിടെ യൂസ് ചെയ്യുന്നില്ല. ബട്ടൺ ഈസ് ഡിക്ലെയർഡ് ബട്ട് ഇറ്റ്സ് വാല്യൂ ഇസ് നെവർ റെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ബട്ടൺ ആവശ്യമില്ലാത്തതാണ് ഈ പേജിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബട്ടൺ റിമൂവ് ചെയ്ത് അവിടുന്ന് ഇമ്പോർട്ട് ഒഴിവാക്കി.